ഞാൻ പണ്ടേ പറയാറില്ല അവൻ കാരണം ജീവിതം തൊലയൊന്ന്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവനുണ്ടല്ലോ സിദ്ധുവിന്റെ ചാരനാണ് ചാരൻ. അപ്പൊ കേശവൻ എന്തോ പ്രശ്നം ഒപ്പിച്ചിട്ടുണ്ട്. എന്റെ ദൈവമേ, വന്ന് കേറി രണ്ടും കൂടെ തുടങ്ങി. സത്യം പറയണ, നിനക്ക് എനിക്ക് പാര വെച്ചിരുന്ന എന്താണ് ലാഭം? ഇവിടെ വെറുതെ കടന്ന് വഴക്കുണ്ടാക്കരുത്. അപ്പൊ എല്ലാരും കൂടെ ഒറ്റക്കെട്ടായി നിന്നും മനുഷ്യനെ ഒറ്റപ്പെടുത്തുവാണല്ലേ? சொல்லு, என்ன விஷயம் சொல்லுமா? എനിക്ക് ഈ വീടിന്റെ ഷെയർ എഴുതി. ലച്ചു വെച്ച് തിരിച്ചു വന്ന സ്ഥിതിക്ക് ഈ എപ്പിസോഡ് പൊളിക്കും എന്നുള്ള ആദ്യം ഒരു സംശയമില്ല. നൈസ് ഒരു പമ്പൻ മാസ് തിരിച്ചുവരവാണ് വന്നിരിക്കുന്നത്. കാരണം പാറമട് വീട്ടിൽ കുറച്ച് ബഹളോ അല്ലെങ്കിൽ നല്ലൊരു ഒച്ചപ്പാടും ഒക്കെ വരണമെങ്കിൽ ലച്ചു ചേച്ചി തന്നെ വരണം. വേറെ എന്തൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അത്ര ഒരു ഇമ്പാക്റ്റ് നമ്മൾ പാറമട് വീട്ടിൽ കാണാറില്ല. പക്ഷെ പുള്ളിക്കാർ വന്നതോടുകൂടി കേശുവിനെയൊക്കെ എടുത്തിട്ട് ഇടിക്കുന്നത് അങ്ങനത്തെ നമ്മൾ പരിപാടികൾ അല്ലെങ്കിൽ ആക്ടിവിറ്റികളും കാര്യങ്ങളും ഒക്കെ തുടങ്ങിയാണ്. ലച്ചു ചേച്ചി ഹെയർ കളർ ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് ആ ട്രിപ്പ് പോയി വന്നതിന് ശേഷം അവിടെ നിന്ന് അങ്ങനെ കളർ ചെയ്തായിരിക്കും. എന്തായാലും നല്ല രസമുണ്ട്. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമന്റ് ബോക്സിൽ പറയുക. എന്തായാലും പ്ലോട്ട് എന്ന് പറയുന്നത് ലച്ചു ചേച്ചി നമ്മുടെ സിദ്ധുവായിട്ട് എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് കാരണക്കാരൻ കേശു ആണ് എന്നുള്ള രീതിയിലാണ് കേശുവിൻ്റെ മെക്കിട്ട് കയറുന്നത്. അപ്പോൾ അത് എന്താണ് സംഭവം എന്ന് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. പുള്ളിക്കാരി അവസരം പറയുന്നത് ഷെയർ വേണമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നൈസ് കോമഡികൾ എന്തായാലും കയറി പോകുന്നുണ്ട്. ഇവന് ഗൗരിയും കൂടെ ഉണ്ടായതുകൊണ്ട് ആ ഒരു അങ്ങോട്ട് ഗീവ് ആൻഡ് ടേക്ക് പരിപാടികൾ